കണ്ടിരുന്നില്ലേ? ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടത് ശ്രദ്ധിച്ചിരുന്നോ? ഞാനതല്ലേ പറഞ്ഞു, നമ്മള് ടീച്ചറാണ്. സോറി. Good afternoon all. Good afternoon. അവനെ കണ്ടിട്ട് കുറെ ദിവസമായോ? ക്ലാസ്സിൽ കയറാറില്ലേ? ചെറുതായിട്ട് ഒരു ലോങ് ലീവിലായിരുന്നു മാഡം. ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് പോയതാ, നോക്കിയതാ. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം കേട്ടോ. ഓക്കെ മാഡം. സമയം കിട്ടുന്ന പോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? മിസ് എടുത്ത പോർഷൻസ് നോക്കിയോ? ഞാനൊന്നും പറയാത്തെ, നോക്കില്ല? നോക്കില്ല? എന്താണ് റിപ്ലൈ തമ്മിങ്ങനെ? ഞാൻ ചോദിക്കുന്നതിന് റിപ്ലൈ താ. നോക്കി? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഒന്നുകൂടെ പറയണം. ഓക്കെ, പറയാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാലോ? അത് മാത്രമേ ഉള്ളൂ ഡൗട്ട്സ്? ആ ഒരു സെക്ഷൻ പറഞ്ഞാൽ മതിയോ? ബാക്കിയൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, to improve patient experience അല്ലേ? നാലാമത്തെ റീസൺ ആയിട്ട് പറയുന്നതാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി. ഫസ്റ്റ് നോക്കിയേ, മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they want to complete various tasks, from catching up with the patients, understanding their concerns and providing the required treatment. എന്നാണ് ഒരു ഡോക്ടറും മുമ്പിലേക്ക് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, കൺസൾട്ടേഷന് വേണ്ടി വന്നു കഴിഞ്ഞാൽ പല ടാസ്കുകളും ചെയ്യുന്നില്ല ആ ഡോക്ടർ. പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിനുമായിട്ട് ആ ഡോക്ടർ നല്ല രീതിയിൽ ഇടപഴകണ്ടേ? അവരോട് നല്ല രീതിയിൽ അവരെ പ്രോബ്ലംസ് ചോദിച്ച് മനസ്സിലാക്കണം അല്ലേ? അവരെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കണം അല്ലേ? ഇന്ററാക്ട് ചെയ്യണം. കൂടാതെ എന്താണ് അവരുടെ ആശങ്കകള്? ഓരോ പേഷ്യന്റിന്റെ ആശങ്കകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേണുകള്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ കൺസേൺ, ആശങ്കകൾ എന്തായിരിക്കും? അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കില്ലേ? ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ? അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അവരുടെ കൺസേണുകൾ അല്ലെ? അപ്പൊ ആ ഒരു കൺസേണുകൾ അല്ലെ, ആ ഒരു പ്രോബ്ലംസ് ഡോക്ടേഴ്സ് മനസ്സിലാക്കണ്ടേ? ഡോക്ടേഴ്സ് മനസ്സിലാക്കണം അല്ലെ? അവരെ ചെക്കപ്പ് ചെയ്ത് അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് മനസ്സിലാക്കണം. കൂടാതെ എന്താണ്? ആൻഡ് പ്രൊവൈഡിങ് ദ റിക്വയർഡ് ട്രീറ്റ്മെന്റ്. പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ആ പ്രോബ്ലത്തിന്, അവർക്ക് വന്നിരിക്കുന്ന ആ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ചികിത്സ കൊടുക്കണം. ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ എന്താണ് ഇത്തരം ടാസ്കുകൾ, ഇത്തരം വേരിയസ് ടാസ്കുകൾ ചെയ്യാനായിട്ട് മിക്ക ഡോക്ടേഴ്സും എന്താണ് ഷോർട്ട് ടൈം അല്ലെ, കുറച്ച് സമയം മാത്രമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെ ഡോക്ടർ പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അവര് പ്രോബ്ലംസ് മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ അത് കംപ്ലീറ്റ് ആവോ? ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവോ? ഇല്ല അല്ലെ? ചിലപ്പോ എന്താണ് അവരെ സ്റ്റെതസ്കോപ്പ് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? പല പ്രക്രിയകളുണ്ട് അല്ലെ? ഒരു ഡോക്ടർ പേഷ്യന്റിനെ വിലയിരുത്തണമെങ്കിൽ, അസസ് ചെയ്യണമെങ്കിൽ ആണോ? എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പ്രഷർ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുമ്പോ തന്നെ എന്തുണ്ട്? അവര് നമ്മുടെ വെയിറ്റ് നോക്കുന്നുണ്ട് അല്ലെ?
വെയിറ്റ് നോക്കുന്നുണ്ട്, സ്റ്റെതസ്കോപ്പ് വെച്ചിങ്ങാണ്ട് നമ്മുടെ ബ്രീത്തിങ്ങും ഹാർട്ട് ബീറ്റും നോക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ പ്രഷർ നോക്കുന്നുണ്ട്. അപ്പൊ ഒരിത്തിരി സമയമാണ് ഡോക്ടർ ചെലവാക്കുന്നതെങ്കിൽ ഡോക്ടർക്ക് ഈ ടാസ്കുകൾ ചെയ്യാൻ സാധിക്കോ? ഇല്ല. BP നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ക്ലിയർ ആയി അത് എന്താണ് പൾസ് നോക്കുന്നുണ്ട് ഡോക്ടർ. എന്താണ് ആ പേഷ്യന്റിനെ ആയിട്ട് ക്യാച്ച് ഇടപഴകാൻ. പിന്നെ എന്താണ് അവരെ കൺസേൺ ആശങ്കകൾ മനസ്സിലാക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ മിക്ക ഡോക്ടേഴ്സും എന്താണ് കുറച്ച് സമയം മാത്രമാണ് ചിലവഴിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇൻ സച്ച് കേസസ് ടെമ്പറേച്ചർ ഓക്കെ, ഇൻ സച്ച് കേസസ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ എന്താ സംഭവിക്കുന്നേ? ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ദി ഡോക്ടേഴ്സ് അല്ലേ. അപ്പൊ എന്താ ഇങ്ങനെയുള്ള സമയങ്ങളില് ഡോക്ടേഴ്സിന് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള മുഴുവൻ പ്രോബ്ലംസ് അല്ലെ, ആ പേഷ്യന്റിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ ആയോ? ഓക്കെ ആണോ? Next, if we would not get answer for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospital to improve the patient experience. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെയുള്ള സമയത്ത് ഈ പേഷ്യന്റിന് പല ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ആ ഒരു ഓർഗനൈസേഷനോട് ആ ഒരു മാനേജ്മെന്റിനോട് ചോദിക്കാനായിട്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസറോട് ചോദിക്കാനായിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക, ആ PR-നോട് ചോദിക്കാനായിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, if we do not get answer for specific queries എന്താണ് ആ പേഷ്യന്റിനുള്ള സ്പെസിഫിക് സം ക്വസ്റ്റ്യൻസ് എന്താണ് അവർക്ക് ആൻസർ പറയാൻ പറ്റാതെ വരുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? did we provide the desired care, രോഗി അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവർ ആഗ്രഹിച്ച പരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? എന്ത് പറയേണ്ടി വരും ആ സമയത്ത്? അവര് നോ എന്ന് പറയേണ്ടി വരും അല്ലെ, ആൻസർ പറയേണ്ടി വരുമോ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇറ്റ് വുഡ് ബി പിന്നെന്താണ് did we give the right advice അല്ലെ. നമ്മ പറഞ്ഞു ഡോക്ടർ എന്താണ് അവരുമായിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല അല്ലെ, ചിലവഴിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടർ ശരിക്കുള്ള ഒരു അഡ്വൈസ് ഉപദേശം രോഗിക്ക് കൊടുത്തിട്ടുണ്ടാവോ? ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗിനോട് മുഴുവൻ വിവരങ്ങളും ആ പേഷ്യന്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് did we give the right advice, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ശരിയായ ഉപദേശം നൽകാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹോസ്പിറ്റൽസ് ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണ് ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന പ്രശ്നങ്ങളല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് കുറയ്ക്കല്ലേ, അവിടുന്ന് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ക്ലിയർ ആയത്? It would be difficult for hospital to improve the patient experience. Patient experience വർദ്ധിപ്പിക്കുന്നതിൽ ഇത് ഹോസ്പിറ്റലുകാർക്ക് പ്രോബ്ലംസ് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ ആയോ ആ രണ്ട് പാരഗ്രാഫ്? നെക്സ്റ്റ് വരുന്നത് one of the best ways to improve it is by engaging with the patients and addressing their problems correctly after every interaction. അപ്പൊ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത്? എന്താ? പേഷ്യൻസുമായിട്ട് ശരിയായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയും പിന്നെ എന്താണ് അവരുടെ പ്രോബ്ലംസ് അല്ലെ ശരിയായ രീതിയിൽ നമ്മൾ അഡ്രസ് ചെയ്യുക അല്ലെ, മനസ്സിലാക്കി അതിനു വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ആണോ? അപ്പൊ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എന്താണ് അവർക്ക് അതിനു വേണ്ട പരിഹാരങ്ങൾ, അവർക്ക് വന്നിരിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസിന് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നൽകുകയുമാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ബാക്കിയൊക്കെ ക്ലിയർ ആണോ രശ്മി? ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ക്ലിയർ ആണോ?
രശ്മിയല്ലേ ചോദിച്ചേ മിസ്സിന്റെ അടുത്ത്? ആണോ? അതും കൂടി പറയണം. പിരമിഡ് പറയണോ? പിരമിഡ് ഓക്കെ അല്ലേ? പിരമിഡ് ഫസ്റ്റ് എന്താണ്? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ ജേർണി അല്ലെ. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സർവീസുകൾ അല്ലെ. പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ, അതിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസ് അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പല രീതിയിലുള്ള സർവീസുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള അവരുടെ എക്സ്പീരിയൻസ്. പിന്നെ പേഷ്യന്റിന്റെ ജേർണി, ഒരു ഹോസ്പിറ്റലില് നമ്മൾ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, ഇൻപേഷ്യന്റ് സർവീസുകൾ അല്ലെ, പല സർവീസുകളും കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? പേഷ്യന്റിന്റെ ജേർണി എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എൻറ്റർ ചെയ്ത് അവിടുന്ന് എക്സിറ്റ് ആകുന്നത് വരെ അവരൊരു ജേർണി അല്ലേ, ഒരു യാത്രയല്ലേ അവർ നടത്തുന്നത്. ഹോസ്പിറ്റലില് റിസപ്ഷനിൽ ചെല്ലുന്നു അല്ലെ. റിസപ്ഷനിൽ നിന്ന് എവിടേക്കാണ്? കൺസൾട്ടേഷൻ റൂമിന്റെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം അതെന്താണ്? കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറുന്നു അല്ലെ. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു അല്ലെ. അതൊരു ജേർണിയാണ്. അപ്പൊ അതിലെന്താണ് അവർക്ക് ഉണ്ടാവുന്നത്? ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ് അല്ലെ. അപ്പൊ ഈ ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീസില് എന്താണ്? പേഷ്യൻസ് എത്രത്തോളം എൻഗേജ്ഡ് ആയിട്ടുണ്ട് അല്ലെ, എത്രത്തോളം ഇടപഴകിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച് ആണ് അല്ലെ. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സമീപനങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സർവീസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസ് ആൻഡ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്താണ്? പേഷ്യന്റ് സെൻട്രിക് സർവീസുകൾ ആയിരിക്കണം. പിന്നെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, ഈ ഒരു സർവീസുകളിൽ നിന്ന്, ജേർണിയിൽ നിന്ന്, പേഷ്യന്റ് സെൻട്രിക് സർവീസുകളിൽ നിന്ന് എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ. ഗുഡ് എക്സ്പീരിയൻസിൽ അവർക്ക് ലഭിക്കേണ്ടത് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം അല്ലെ. പിന്നെ വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവർ ടു ഇറ്റ്സ് പേഷ്യൻസ്. എന്താണ്? ഈ പ്രാക്ടീസിൽ അതിന്റെ രോഗിക്ക് എന്ത് മൂല്യമാണ് നൽകുന്നത്? നമുക്കറിയാം, ഈ ഒരു പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയില് അല്ലെങ്കിൽ ഈ സർവീസുകളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്? പേഷ്യൻസിന് അല്ലേ? ആണോ? അപ്പൊ വാട്ട് വാല്യൂ ദ പേഷ്യൻസിന് കിട്ടിയ എത്രത്തോളം അവിടെ നിന്ന് വാല്യൂ മൂല്യം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു സ്ട്രീംലൈൻ ഹോസ്പിറ്റൽ പ്രോസസ്, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders അല്ലെ. ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. നെക്സ്റ്റ് ആണ് സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്. റിപ്പോർട്ട്സ് കഴിഞ്ഞിട്ട് കോമ ഇടാം, അല്ലെങ്കിൽ ക്യാൻജൻ ഇടാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചെയ്യാം, ഒന്നിച്ചുള്ളതല്ല കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ലാസ്റ്റ് വരുന്നില്ലേ ജനറേറ്റിംഗ് ബിൽസ്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ് കഴിഞ്ഞില്ലേ. ഒന്നില്ലെങ്കിൽ അവിടെ അതിന്റെ ഇടയിൽ ഒരു ആൻഡ് ഇടാം, അല്ലെങ്കിൽ ഒരു കോമ ഇടാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ, സെപ്പറേറ്റ് ആണ് കേട്ടോ. സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ് എക്സെട്ര. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തില്ലേ മിസ്? അപർണ മിസ് എടുത്തില്ലേ? എടുത്തോ? എടുത്തു. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ. പിന്നെ എന്താണ്? പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാലോ, ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. അവർക്ക് ഏത് സമയത്ത് വേണോ, ഏത് ഡോക്ടറെ കാണണോ എന്ന് അവർക്ക് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാലോ, ചൂസ് ചെയ്യാലോ. അതിനനുസരിച്ച് അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്? അവർക്ക് അവരുടെ ബില്ല് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തൂടെ, അടക്കാൻ പറ്റില്ലേ? ജിപേ വഴിയോ സ്കാൻ ചെയ്തോ അല്ലെ. പിന്നെ എന്താണ്? പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ അല്ലെ. നമ്മിപ്പോ ലാബുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടുകൾ എങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? അവര്
വാട്സപ്പ് ഓൺലൈനിലൂടെ സെൻഡ് ചെയ്ത് തരില്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലാബ് റിപ്പോർട്ടുകൾ നമുക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നു, കൂടാതെ നമുക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്ത് തരുന്നു അല്ലെ. പിന്നെ എന്താണ്, നമുക്ക് റിമൈൻഡർ, നമുക്ക് ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷന് സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വാക്സിനേഷന് സമയമായിട്ടുണ്ട് എന്നൊക്കെ ആര് ഓർമ്മിപ്പിക്കാണ്? മെസ്സേജസ് ത്രൂ നമ്മളെ ഹോസ്പിറ്റലുകാർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്തിനൊക്കെ കഴിയുന്നുണ്ട്? ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ആവുമ്പോൾ എറേഴ്സ് കുറയ്ക്കാലോ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എറേഴ്സ് കുറയ്ക്കാലോ, തെറ്റുകൾ കുറയ്ക്കാം അല്ലെ. പിന്നെ എന്താണ്, നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, സ്പീഡിൽ ചെയ്യാലോ എല്ലാ കാര്യങ്ങളും. നമ്മുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്നു അല്ലെ, വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്നു അല്ലെ, ആക്യുറസി ഉണ്ടാകുന്നു അല്ലെ, കൃത്യത ഉണ്ടാവുന്നു അല്ലെ, ആണോ? അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സ്ഥാപിക്കുക, സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്തൂടെ? അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നുണ്ടാവുന്ന അനുഭവം നമുക്ക് ബെറ്റർ ആക്കിക്കൂടെ? ഓക്കെ, ക്ലിയർ ആയോ? അത് ഫസ്റ്റ് ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കേണ്ടത് അല്ലെ. ആണോ? വരുന്ന എല്ലാ പേഷ്യൻസിനും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത്? ആണോ? വരുന്ന ആദ്യം അല്ല അല്ലെ, ഓരോ പേഷ്യന്റിന്റെയും അസുഖങ്ങളും അവരുടെ ഹെൽത്ത് കണ്ടീഷനും അല്ലെ, അവരുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, മിസ്സിനോട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞത് കാരണം പറയുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഓരോ പേഷ്യൻസിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ, ഫോക്കസ് ചെയ്തിട്ട് എന്താണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള, അതായത് വ്യക്തിഗതമായിട്ടുള്ള പേഷ്യന്റ് കെയർ അല്ലെ, രോഗി പരിചരണങ്ങൾ നൽകുക. നെക്സ്റ്റ് എന്താണ്, റീഡ് ഔട്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽ. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ, പല രീതിയിൽ നമുക്ക് പേഷ്യൻസിനെ കേൾക്കാലോ. റിമോട്ട് മോണിറ്ററിംഗ് പഠിച്ചു അല്ലെ, വീഡിയോ കോൺഫറൻസിങ് പഠിച്ചോ? അപ്പൊ പല രീതിയിൽ പേഷ്യൻസിനെ കേട്ടിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാലോ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്. അതാണ് റീഡ് ഔട്ട് പേഷ്യൻസിനെ വായിക്കുക. പിന്നെ എന്താണ്, നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് പല രീതിയിൽ നടത്താം അല്ലെ, പല രീതിയിൽ നടത്താലോ. ആപ്പുകൾ വഴി നടത്താം, ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നടത്താം അല്ലെ. പിന്നെ എന്താണ്, പ്രിന്റഡ് കോപ്പീസ് കൊടുത്തിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ പല രീതിയിൽ പേഷ്യൻസിനെ കേട്ടിട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക് അല്ലെ, പേഷ്യൻസിൽ നിന്ന് വിലമതിക്കാനാവാത്ത വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യന്റ് സർവേ നടത്തുക. നെക്സ്റ്റ് എന്താണ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യന്റ് റിസീവ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവൺ അല്ലെ, അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന പരിചരണങ്ങളിൽ അവർക്ക് എത്രത്തോളം ക്വാളിറ്റി ലഭിക്കുന്നുണ്ട് അല്ലെ, ഇത് മനസ്സിലാക്കുക. എന്താണ്, അവർക്ക് എത്രത്തോളം ക്വാളിറ്റി ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത്? ഗുഡ് ഔട്ട്കം കിട്ടണല്ലേ, എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്വാളിറ്റി ഉള്ള കെയർ ആണെന്ന്. ഗുഡ് ഔട്ട്കം കിട്ടണം അല്ലെ. അപ്പൊ നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം പേഷ്യൻസിന് എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അവർക്ക് ഗുഡ് ഔട്ട്കം ആണോ ലഭിക്കുക, അവർക്ക് നമുക്ക് കൊടുത്ത ട്രീറ്റ്മെന്റിൽ നിന്ന് അസുഖങ്ങൾ ഭേദമാകുന്നുണ്ടോ, കറക്റ്റ് രീതിയിൽ അവരെ ഡയഗ്നോസിസ് നടത്താൻ സാധിക്കുന്നുണ്ടോ അല്ലെ, അവിടുത്തെ എക്യുപ്മെന്റുകൾ കറക്റ്റ് രീതിയിൽ പേഷ്യൻസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെ. അങ്ങനെ measure understand ചെയ്യുക. നെക്സ്റ്റ്, ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ് അല്ലെ. എന്താണ്, ഹോസ്പിറ്റലിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ, ഓഹരി ഉടമകള് നടത്തുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഓണർഷിപ്പിലുള്ള. അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചർച്ചകൾ നടത്തിയിട്ട് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക. ഓക്കെ ആയോ രശ്മി?
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ മിസ് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് റിട്ടൻഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ പേഷ്യന്റ് റിട്ടൻഷൻ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താം അല്ലെ, ഫോളോ അപ്പ് കെയറിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ അവിടെ തന്നെ വരാം അല്ലെ, ആ ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യാം. അതിലെ റിട്ടൻഷൻ നിലനിർത്താം. അപ്പൊ ഇങ്ങനെ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുന്നത് ഹോസ്പിറ്റലുകാർക്ക് ബെനിഫിറ്റ് ആണോ, ഗുണമാണോ, അഡ്വാൻറ്റേജ് ആണോ? ആണല്ലേ. അപ്പൊ നോക്കിയേ, ഇറ്റ്സ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ് to withhold all the patients than to get new patients അല്ലെ. നമുക്ക് അവിടെ പഴയ പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുന്നതും നമുക്ക് പുതിയ പേഷ്യൻസിനെ കിട്ടുന്നതും എന്താണ്, ഹോസ്പിറ്റലിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലുകാർക്ക് ലാഭമാണ് അല്ലേ അത്, കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല, ഹോസ്പിറ്റലുകാർക്ക് ലാഭകരമാണ് അല്ലെ. അപ്പൊ റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ഒരു മിനിറ്റ് കേട്ടോ, ഈ പിരമിഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതിന് ക്വസ്റ്റ്യൻ വരാട്ടോ. ഒരു മിസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് പൂരിപ്പിക്കാനായിട്ട് വരാട്ടോ. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. ROI ഇമ്പോർട്ടന്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. എന്ന് വെച്ചാൽ റിട്ടേണിംഗ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ വരുമാനം ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും വരുമ്പോ പേഷ്യൻസ് റിട്ടേൺ ചെയ്യുമ്പോ വീണ്ടും വീണ്ടും വരുമ്പോ എന്താണ്, അവരുടെ വരുമാനം കൂടുകയാണ് അല്ലെ, അവരെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. കൂടാതെ എന്താണ്, ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. എന്താണ് ഒരു ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി എന്താണ്, നല്ലൊരു അഡ്വക്കേറ്റ് അഭിഭാഷകന്റെ ജോലി അവര് ശരിക്കും എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, വായ്മൊഴിയിലൂടെയാണ് അല്ലെ, വേർഡ് ഓഫ് മൗത്ത് ആണോ? അവര് വാദിച്ചാണ് അവരെ കക്ഷികളെ ജയിപ്പിക്കുന്നത് അല്ലെ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പി പേഷ്യൻസ് എന്ത് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യില്ലേ അല്ലെ, മറ്റുള്ളവർക്ക് റെഫർ ചെയ്തിട്ട് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ചോദ്യം വരും, ഹു ഈസ് ദ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ഇൻ ഹോസ്പിറ്റൽ? ക്വസ്റ്റ്യൻ വരും കേട്ടോ, അടയാളപ്പെടുത്താം. They will keep coming back to okay they will keep coming back to apt എന്നാണ് കേട്ടോ, opt അല്ല apt എന്നാണ് കേട്ടോ. ഓ എന്നുള്ളത് മാറ്റിയിട്ട് a ആക്കാം. apt for services and even suggest the hospital to their friends and family. എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഉചിതമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അല്ലെ. കൂടാതെ എന്താണ്, അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ, നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ പരിചരണങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ ഹോസ്പിറ്റലിനെ? ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഫാമിലീസിനും ഫ്രണ്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, apart from providing quality care, employees some of the best patient procurement strategies to make the patient feel worth. എന്ത് ചെയ്യുക, ഒരു ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്ന നൽകുന്ന ഒരു മേഖല എന്ന നിലയിൽ ഹോസ്പിറ്റലുകാരെ എന്താ ചെയ്യേണ്ടത്, പേഷ്യൻസിന്റെ അനുഭവം അല്ലെ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീൽ അല്ലെ, അവർക്ക് വരുന്ന ഫീല് മൂല്യമുള്ളതാക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാം അല്ലെ. സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താ ചെയ്യുന്നത്, പേഷ്യൻസിനെ പരമാവധി സാറ്റിസ്ഫൈഡ് ആക്കാം അല്ലെ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. Apart from quality care, employees some of the best patient procurement strategies to make them patient feel worth. പേഷ്യൻസിനെ അവരുടെ അനുഭവം മൂല്യമുള്ളതാക്കാൻ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള അല്ലെ എന്താണ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് കൊണ്ടുവരിക, പേഷ്യൻസിനെ എന്ത് ചെയ്യുന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ അല്ലെ.
ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മ റിസപ്ഷനിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമോ? അത് കഴിഞ്ഞ് ഡോക്ടർ വെയിറ്റിംഗിന്റെ റൂമിൽ പോയി ഒരുപാട് നേരം നിൽക്കാം. അതൊക്കെ നമുക്ക് പറ്റാവുന്ന കേസാണോ? നമുക്ക് തന്നെ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ പേഷ്യൻസിന്റെ ആ ഒരു ടൈം പീരീഡ് അല്ലെ, അവര് ആ കാത്തിരിക്കുന്ന സമയം കുറയ്ക്കണ്ടേ? ആ ഒരു ടൈം പീരീഡ് അല്ലെ, ഒരു ലാഗം കൂടാതെ കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ട സ്ട്രാറ്റജീസ് അല്ലെ, ഓരോ സെക്ഷനിലും എന്താണ് പേഷ്യൻസിന്റെ ഫീല് അല്ലെ ഗുഡ് ആക്കുന്ന രീതിയിൽ, അവർക്ക് ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആ സ്റ്റാഫുകൾ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാനോ? നെക്സ്റ്റ് implementing patient retention strategies to improve patient experience അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, രോഗികളുടെ അനുഭവങ്ങള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് കൂടാതെ പേഷ്യൻസിന് അവിടെ തന്നെ റിട്ടൻഷൻ നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങള് നടപ്പിലാക്കാൻ സാധിക്കുന്നു? ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിട്ടൈനിങ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് അല്ലെ. എന്താണ്? അവിടെ നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താം അല്ലെ. ആ ഗുഡ് ഡോക്ടർ, ഗുഡ് സർവീസുകൾ അല്ലെ, അങ്ങനെയൊക്കെ എന്താണ് ഗുഡ് സ്റ്റാഫുകള്, അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ നല്ല രീതിയിലുള്ള ബിഹേവിയർ അല്ലെ, പിന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് അല്ലെ, ആ നഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്തുക. പിന്നെ എന്താണ്? വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, എന്താണ് അവർക്ക് നഷ്ടപ്പെട്ട രോഗികളെ അവർ തിരിച്ചു കൊണ്ടുവരാം അല്ലെ. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ റേറ്റിംഗ്സും റിവ്യൂസും അവർക്ക് ഓൺലൈൻ ബിസിനസ് ഇതില് ഇടാൻ പറ്റുന്നുണ്ടോ? സൈറ്റില് ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് ഓക്കെ ഇടാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ അതൊക്കെ പഠിച്ചില്ലേ അവിടെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ നിങ്ങ ചെയ്തു നോക്കിയോ? മിസ് പറഞ്ഞോ? നിങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയോ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിലൊക്കെ ഉണ്ടാവും, കരിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് റേറ്റിംഗ് റിവ്യൂസും കൊടുക്കാം, പേഷ്യൻസിന് അവരുടെ റേറ്റിംഗ്സും റിവ്യൂസും കൊടുക്കാം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് കോണ്ടാക്ട് നമ്പറിന് വേണ്ടിയിട്ട് അല്ലെ. കൂടാതെ എന്താണ് നമുക്ക് ഡോക്ടേഴ്സിനെ വിലയിരുത്താൻ പറ്റുന്നല്ലേ, ഈ ഫിസിഷ്യൻ നല്ല രീതിയിലുള്ള അല്ലെ. അപ്പൊ പല കാര്യങ്ങളും ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ അവരെന്താണ് ഓൺലൈനിൽ ഇവരെ ഈ സർവേകളൊക്കെ ഇട്ട് കഴിഞ്ഞാല് കൂടുതൽ പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലേ? അവരെ സർവീസുകൾ ആഡ് ചെയ്യാം അല്ലെ. അവരെ വെബ്സൈറ്റില് അവർ കൊടുക്കുന്ന എക്സ്ട്രാ സർവീസുകൾ ആഡ് ചെയ്യാം ഇല്ലേ. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോർ പേഷ്യൻസിനെ കൊണ്ടുവരാലോ. ടൈം ഓഫ് ഡോക്ടർ കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ട പല സ്ട്രാറ്റജിയിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട രോഗികളെ അവർ തിരിച്ചു കൊണ്ടുവരിക. ക്ലിയർ ആയത്? നെക്സ്റ്റ് എന്താണ്? കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ. നമുക്കറിയാം പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് സർവേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം അല്ലെ. ഏതൊക്കെ ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വരുത്തണം അല്ലെ. പ്രോബ്ലംസ് എന്താണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തൂടെ സർവേയിലൂടെ? അതുവഴി നമുക്ക് എന്താണ് ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാം അല്ലെ. അപ്പൊ അതിനുവേണ്ടി കണ്ടക്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഫീഡ്ബാക്ക് സർവേ നടത്തുക. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. നമുക്ക് ചോദിക്കാലോ പേഷ്യന്റിന്റെ അടുത്ത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പരിചരണം മതിയാക്കി വേറെ ഹോസ്പിറ്റലിൽ പോയത് അല്ലെ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിങ്ങാട്ട് നമ്മ അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക അല്ലെ, സൊല്യൂഷൻസ് സ്വീകരിക്കുക. നെക്സ്റ്റ് എന്താണ്? ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ഹോസ്പിറ്റലിൽ എന്താണ് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെ, സാമൂഹിക കൂട്ടായ്മ കെട്ടിപ്പടുക്കുക. ആണോ? നമുക്കറിയാം ഹോസ്പിറ്റലില് പല സ്ഥലങ്ങളിൽ നിന്നല്ലേ പല തരത്തിലുള്ള ആളുകൾ വരുന്നതാണ് അല്ലെ. പേഷ്യൻസ് മാത്രമാണോ? സ്റ്റാഫുകളുണ്ട് അല്ലെ. ആണോ? തലേ മുതൽ മേലേ തട്ട് വരെയുള്ള സ്റ്റാഫ് കമ്മ്യൂണിറ്റി. പിന്നെ എന്താണ്?
എന്താണ്, അപ്പൊ അവർക്കിടയിൽ ഒരു കൂട്ടായ്മ വേണം അല്ലെ, ഒരു സഹകരണം വേണ്ടേ, കോപ്പറേഷൻ വേണം അല്ലെ, വേണോ വേണോ? വേണം അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ ഇടയിൽ, പേഷ്യൻസിന്റെ ഇടയിൽ ഇവരെല്ലാവരുമായിട്ടും ഒരു കോർഡിനേഷൻ, ഒരു സാമൂഹിക കൂട്ടായ്മ, ഒരു ഒത്തൊരുമ കൊണ്ടുവരാം അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺസ്. പേഷ്യൻസ് തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് പേഷ്യൻസ് ചിലപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവും പുതിയ സർവീസുകൾ ആഡ് ചെയ്തത് കൊണ്ട് അല്ലെ, പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വന്നത് കൊണ്ടൊക്കെ എന്താണ്, റിട്ടേൺ ചെയ്ത പേഷ്യൻസ് തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്താണ്, ഒരുപാട് പേഷ്യന്റ് ലോയാലിറ്റി, എന്താണ് പേഷ്യന്റിന്റെ വിശ്വസ്തതയ്ക്ക് അല്ലെ, അവരെ ലോയൽറ്റിക്ക് എന്താണ്, അവർക്ക് വേണ്ട റിവാർഡുകൾ കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. മിസ് പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിന് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു റേറ്റിംഗ്സ്, റിവ്യൂസ് അല്ലെ, അതൊരു സോഷ്യൽ പ്രൂഫ് ആണോ അല്ലേ? അതൊരു സോഷ്യൽ പ്രൂഫ് അല്ലേ, ആണോ? പിന്നെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അക്രഡിറ്റേഷൻ പഠിച്ചില്ലേ? അപ്പൊ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അതൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും അല്ലെ. അതൊക്കെ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി, അവിടുത്തെ സ്റ്റാൻഡേർഡ് പറയുന്ന സോഷ്യൽ പ്രൂഫുകൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ പ്രൂഫുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിനെ കേൾക്കാം, പേഷ്യൻസിന്റെ സൗണ്ട്, വോയിസ് കേൾക്കാം അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ കൺസേണുകള്, അവരുടെ പ്രോബ്ലംസ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, റിസൾട്ട് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ട പ്രോബ്ലംസ്, സൊല്യൂഷൻസ് കൊടുക്കുക അല്ലെ. പിന്നെ നോക്കിയേ, റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ പ്രോബ്ലംസ് പരിഹരിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, what can hospital do to upgrade patient retention? പേഷ്യന്റ് റിട്ടൻഷൻ നവീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. അങ്ങനെയല്ലേ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിൽ സൃഷ്ടിക്കുക അല്ലെ. സ്റ്റാഫുകളുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവിടുത്തെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ അല്ലെ, ആണോ? അവരെ തിരിച്ചു വിളിക്കണം അല്ലെ. അവരുടെ എന്താണ്, എൻവയോൺമെന്റ്, ക്ലീൻലിനെസ് അല്ലെ, ശുചിത്വം, അതൊക്കെ എന്താണ്, നമ്മളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഘടകങ്ങളാണോ? നല്ല സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, ആ ബിഹേവിയർ അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, ആ പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവരെ തിരിച്ചു വിളിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താ, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ഇൻ അഡ്വാൻസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അല്ലെ. എന്താണ്, പേഷ്യന്റിനോട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് എന്താണ്, ഉപദേശങ്ങൾ കൊടുക്കണം അല്ലെ. കൊടുക്കണോ? ട്രീറ്റ്മെന്റ് പ്ലാനിൽ അല്ലെ, ട്രീറ്റ്മെന്റ് നടപടിക്രമങ്ങളില് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ, എന്തൊക്കെ എന്താണ് മരുന്നുകൾ എഴുതുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള അഡ്വൈസുകൾ, ഉപദേശങ്ങൾ പേഷ്യൻസിന് നൽകുക. നെക്സ്റ്റ് എന്താണ്, എക്സൽ പേഷ്യന്റ് എക്സ്പെക്ടേഷൻ ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ, ആണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെ, കുറവ് വരാൻ പാടുണ്ടോ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾക്ക് കുറവ് വരാൻ പാടുണ്ടോ? കൂടുതൽ വന്നാൽ നമ്മൾ എന്താ, സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈഡ് ആവും. കുറവാണെങ്കിൽ എന്താ പറ്റുന്നേ, നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും അല്ലേ, ആണോ അല്ലെ? അപ്പൊ എന്താ, ആ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, പരിചരണങ്ങള് എന്താണ് നൽകുക. ആൻഡ് ബെസ്റ്റ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ചികിത്സ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഹോസ്പിറ്റലിൽ നിന്ന് നൽകുക. നെക്സ്റ്റ് എന്താണ്, ഇതൊക്കെ എന്താണ്, പേഷ്യൻസിന് അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കില്ലേ, അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ട്രീറ്റ്മെന്റ്, പരിചരണങ്ങൾ കൊടുക്കുമ്പോൾ അല്ലേ.
ആണോ? നെക്സ്റ്റ് നോക്കിയേ, കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ് അല്ലെ, അവരുടെ വിസിറ്റിന് ശേഷം എന്ത് ചെയ്യുക, ഫോളോ അപ്പ് സർവീസ് അല്ലെ, അവരെ നിന്ന് സർവേ നടത്തുക. നെക്സ്റ്റ് എന്താണ്, ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉപദേശങ്ങളും എന്താണ് ഇൻഫോർമേഷൻസ് അല്ലെ, വിവരങ്ങളും നൽകുക. ഹോസ്പിറ്റലിനെ കുറിച്ച് പല കാര്യങ്ങളും അവർക്ക് ഇൻഫോർമേഷൻസ് അറിയേണ്ടതായിട്ടുണ്ടാവും അല്ലെ, ട്രീറ്റ്മെന്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച് അല്ലെ, സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർസിനെ കുറിച്ചൊക്കെ അവർക്ക് ഇൻഫോർമേഷൻ ലഭിക്കണ്ടേ. പിന്നെ അവരുടെ എന്താണ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും പേഷ്യൻസിന് നൽകുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് that influence patient satisfaction. Patient satisfactionനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളെ ഒരു ഹോസ്പിറ്റലില് നിങ്ങൾക്ക് തൃപ്തി വരാൻ കാരണമാകുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗുഡ് കെയർ അല്ലേ, വെയിറ്റിംഗ് ടൈംസ്, അറ്റ്മോസ്ഫിയർ, നീറ്റ്നെസ്, വെയിറ്റിംഗ് ടൈം, ലെസ് ടൈം, വെയിറ്റിംഗ് ടൈം അല്ലേ. ഫെസിലിറ്റി ഉണ്ടോ? ഫെസിലിറ്റി ഉൾപ്പെടില്ലേ? ഫെസിലിറ്റി അല്ലേ. സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലേ. ഓക്കെ, നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫൺ റിലേറ്റ്സ് ടു, എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയുമായി റിലേറ്റ്സ് ടു, റിലേറ്റ്സ് എന്തൊക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ എക്സ്പെക്ടേഷൻ ദാറ്റ് എ പേഷ്യന്റ് ഹാസ് ഓഫ് ദ കെയർ ടീം അല്ലേ, ആ കെയർ ടീമിൽ നിന്നുള്ള പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ് ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മ പറഞ്ഞു എന്താണ്, നമ്മുടെ എക്സ്പെക്ടേഷൻസിന് കൂടുതൽ നമുക്ക് അവിടെ നിന്ന് കിട്ടണം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും പരിചരണം നമുക്ക് അവിടെ നിന്ന് കിട്ടണ്ടേ, കെയർ ടീമിൽ നിന്നും, ഡോക്ടേഴ്സിൽ നിന്ന്, നഴ്സുമാരിൽ നിന്ന് അല്ലെ. ആണോ? നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്? നമ്മുടെ അസുഖം മാറണം അല്ലെ, നല്ല ഡോക്ടേഴ്സിന്റെ സർവീസ് ലഭിക്കണം അല്ലെ. അങ്ങനെയൊക്കെയാണോ നമ്മുടെ എക്സ്പെക്ടേഷൻസ്? ക്വാളിറ്റിയുള്ള കെയർ കിട്ടണം അല്ലെ. അപ്പൊ നമ്മുടെ ആ എക്സ്പെക്ടേഷനിൽ കൂടുതൽ നമുക്ക് ആ കെയർ ടീമിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കില്ലേ? ഫസ്റ്റ് ഓക്കെ ആയോ? നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, നമ്മുടെ ചികിത്സാ പദ്ധതികള് ഇല്ലേ, നമ്മുടെ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ സാറ്റിസ്ഫാക്ഷൻ? ബാഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലാൻ ആണെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകും അല്ലെ, നമ്മൾ അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ചൂസ് ചെയ്യുമല്ലോ. അപ്പൊ എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാൻ? അതിലെ ഒരു ഘടകമാണ്. നെക്സ്റ്റ് എന്താണ്? effective communication between patients and providers അല്ലെ, നമ്മ പറഞ്ഞ പോലെ എന്താണ് സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ. സ്റ്റാഫുകളും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും, നഴ്സുമാരാവാം, ഡോക്ടേഴ്സ് ആവാം അല്ലെ, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്താണ്? വെയിറ്റ് ടൈംസ് അല്ലെ, നമ്മുടെ ടൈം എന്ത് ചെയ്യാ കുറയ്ക്കുകയാണ് അല്ലെ ചെയ്യേണ്ടത്. എല്ലാ ഏരിയാസിലും റിസപ്ഷന്റെ മുമ്പില്, ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് റൂമിന്റെ മുമ്പില്, ഫാർമസിയുടെ മുമ്പിൽ അല്ലെ, ഇതൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ലേ. The facility, environment and culture അല്ലെ, ഹോസ്പിറ്റൽ ആ ഒരു എൻവിയോൺമെന്റ്, ഫെസിലിറ്റി എൻവിയോൺമെന്റ്, അവിടുത്തെ കൾച്ചർ ഒക്കെയാണോ? സംസ്കാരം അല്ലെ, നല്ല രീതിയിലുള്ള അല്ലെ, എല്ലാവരെയും ഈക്വാലിറ്റി അല്ലെ, ഈക്വലി കൺസിഡർ ചെയ്യുന്ന അല്ലെ വരുന്ന പേഷ്യൻസിന്റെ മൊത്തം അല്ലെ. പിന്നെന്താണ്? നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റിൽ ഹോസ്പിറ്റലിൽ വേണ്ടത് ആണോ? സൗകര്യങ്ങൾ അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണോ? ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണോ?
അപ്പൊ അത് ക്വസ്റ്റ്യൻ വരാട്ടോ. Which are the factors that influence patient satisfaction? Next എടുത്തോട്ടെ മിസ്, അതൊക്കെയല്ലേ? Okay. Next, patient satisfaction survey. Patient satisfaction survey catch self-reported patient evaluation of multiple touch points in the course of their medical care experience. നമ്മൾ പറഞ്ഞു patient satisfaction എങ്ങനെയാണ് നടത്തുന്നത്? പേഷ്യന്റ് സ്വന്തമാണ് അല്ലെ രേഖപ്പെടുത്തുന്നത്, ആണോ? അല്ലേ? അപ്പൊ എന്താണ് patient satisfaction catch self-reported patient evaluation അല്ലെ? ഒരു പേഷ്യൻസിന് അവിടുത്തെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അല്ലെ, ആരോഗ്യ പരിചരണ സർവീസ് എക്സ്പീരിയൻസ് അനുഭവത്തിൽ നിന്നുണ്ടായിരുന്ന കാര്യങ്ങൾ അവർ സ്വന്തം മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സിലൂടെ അവർ സ്വന്തമായി രേഖപ്പെടുത്തുന്നു. മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി തന്നിട്ട് നമ്മൾ രേഖപ്പെടുത്താലോ, അടയാളപ്പെടുത്തി കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ലിങ്കി കെയറിംഗ് ആണിട്ട് സർവേ നടത്താലോ, സർവേ കണ്ടക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ ആപ്പിൽ കയറി സർവേ ചെയ്യാം അല്ലെ, സർവേ കണ്ടക്ട് ചെയ്യാം അല്ലെ, രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ എന്താണ്, വെബ്സൈറ്റിൽ കയറി കണ്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ലേ? സാധിക്കോ? സാധിക്കോ? ക്വസ്റ്റിനെയറിലൂടെ ക്വസ്റ്റിനെയർസിന് ആൻസർ കൊടുത്ത് കാണിട്ട് നമുക്ക് പല മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സിലൂടെ നമുക്ക് ചെയ്യാനായി സ്വന്തമായിട്ട് സർവേ എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ രേഖപ്പെടുത്താനായി സാധിക്കുന്നു. Depending on what aspect of patient satisfaction is being calculated. Examples may include responsiveness of staff, clinician communication, technical skill and hospital environment. എന്താണ് നമ്മൾ ഏത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഏത് ഭാഗമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ, കണക്കാക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അല്ലെ. നമുക്കറിയാം പല ഹോസ്പിറ്റലിലെ പല സെക്ഷന് നമുക്ക് സർവേ നടത്താലോ. എക്സാമ്പിൾ നോക്കിയേ, റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫുകളുടെ പ്രതികരണം നമുക്ക് ഇവാലുവേറ്റ് ചെയ്തൂടെ, അസസ് ചെയ്തൂടെ സർവേയിലൂടെ. അവരുടെ ബിഹേവിയർ, അവരുടെ റെസ്പോൺസ് അല്ലെ. കൂടാതെ എന്താണ്, ക്ലിനിഷ്യൻ ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, അവരുടെ ആശയവിനിമയം നമ്മളുമായിട്ട് കറക്റ്റ് രീതിയിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അല്ലെ. കൂടാതെ എന്താണ്, അവിടുത്തെ ടെക്നിക്കൽ സ്കിൽ അല്ലെ, സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ. നമ്മൾ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലിലും പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ടെക്നോളജി ആണോ. അപ്പൊ അവിടുത്തെ ടെക്നിക്കൽ സ്കില്ലുകൾ നമുക്ക് അസസ് ചെയ്യാലോ. പിന്നെ എന്താണ്, ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് അല്ലെ, അവിടുത്തെ നീറ്റ്നെസ് അല്ലെ, അതൊക്കെ അതിനനുസരിച്ച് നമുക്ക് വിലയിരുത്തി ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഏത് വശമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Patient satisfaction survey can be generated and issued in house. നമുക്ക് എന്താണ് patient satisfaction, നമുക്ക് എന്താണ് വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. നമ്മ പറഞ്ഞു ലിങ്കുകൾ വഴി, ആപ്പുകൾ വഴി, വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്തൂടെ, വീട്ടിലിരുന്ന് ചെയ്തൂടെ. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ചെയ്യാലോ. But many hospitals depends on third-party providers with experience in developing, administering, and explaining statistically valid patient satisfaction survey. എന്താണ് ചില ഹോസ്പിറ്റലിൽ, ബട്ട് മെനി ഹോസ്പിറ്റൽ, മിക്ക ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്, നമ്മുടെ ഏജൻസി ഒക്കെ വെച്ച് കാണിട്ട് ചെയ്യില്ലേ, ഏജൻസി ഒക്കെ വെച്ച് കാണിട്ട് ഇവാലുവേറ്റ് ചെയ്യില്ലേ, അതേപോലെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു തേർഡ് പാർട്ടി ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ കണ്ടെത്തിയ കാര്യങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അല്ലെ, ഡാറ്റാ ബേസ്ഡ് ആക്കി തരുന്നുണ്ടോ നമുക്ക് വിവരങ്ങള്. ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സർവേയില് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അതില് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം വരെയൊക്കെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെന്റേഷൻ ആണ് അല്ലെ. അത് 2010 ഇത്ര പേഷ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ,
2011 ആയപ്പോഴേക്കും അതിലെന്താണ് പേഷ്യൻസിന്റെ നമ്പേഴ്സിൽ ഇത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കണ്ടിരുന്നോ പിക്ചർ? കണ്ടിരുന്നോ? പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം വെച്ചിട്ടൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് അവർ ഇവാലുവേറ്റ് ചെയ്ത ഈ ഒരു തേർഡ് ഏജൻസി, തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്തിട്ട് അവർ കണ്ടക്ട് ചെയ്ത കാര്യങ്ങൾ എന്താണ് ഡാറ്റാബേസ്ഡ് ആക്കുന്നുണ്ട് അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് അവർ വെബ്സൈറ്റിലൊക്കെ ഇട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ? അപ്പൊ ഇതെന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റ്സ് അല്ലേ തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കുന്നത്? ഓക്കെ, ക്ലിയർ ആയത്? Patient satisfaction survey is a set of questions used to gather feedback from patient to scale their satisfaction with the quality and care of the healthcare service provider. എന്താണ് ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയിലെ ഗുണനിലവാരത്തിന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം, അവിടുത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് നൽകുന്ന പരിചരണം എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി കുറച്ച് ക്വസ്റ്റ്യനെയർ ചോദിച്ചു കാണിട്ടാണ് പേഷ്യൻസിൽ നിന്ന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ പറയുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം, പിന്നെ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നഴ്സുമാരിൽ നിന്നുള്ള പരിചരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനെയറിലൂടെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്. ആണോ? എന്താണ് മറുപടി ഇല്ലല്ലോ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ് അല്ലേ? നമുക്ക് അവിടെ നിന്ന് പരിചരണത്തില് നമ്മൾ തൃപ്തരാണോ അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയറിലൂടെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്, ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് the patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help a medical institution in ascertaining the level of care extended and pitfalls in services. എന്താണ് ഈ രോഗി നമ്മുടെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ എന്താണ് നമ്മുടെ രോഗി പരിചരണത്തിനുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ടോ? നമ്മ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് എൻറ്റർ ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന വരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നില്ലേ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ? അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, റിസപ്ഷനിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വെയിറ്റിംഗ് ടൈം അല്ലെ? അപ്പൊ എന്താണ് ഒരു പേഷ്യൻസിന്റെ രോഗി പരിചരണത്തിനുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു അല്ലെ? അപ്പൊ ഇതെന്താണ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഇത് ആ പേഷ്യൻസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് പരിചരണത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ അല്ലെ, അവരുടെ പിറ്റ്ഫോൾസുകൾ അല്ലെ, പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പിഴവുകള്. അപ്പൊ എന്താണ് പരിചരണത്തിന്റെ, അപ്പൊ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ സഹായിക്കുകയും കൂടാതെ എന്താണ് അവരുടെ പിഴവുകൾ അല്ലെ, പിറ്റ്ഫോൾസുകൾ അവർക്ക് തിരിച്ചറിയാനും സാധിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് 6 underlying metrics which patient satisfaction have to be measured on. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകൾ അല്ലെ? 6 underlying metrics ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിനുള്ള അടിസ്ഥാന അളവുകള്. ഫസ്റ്റ് നോക്കിയേ, ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഗുണനിലവാരം അല്ലെ? ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം അതൊരു പ്രധാന മെട്രിക്സ് അല്ലേ, അളവല്ലേ? ആ ഒരു ക്വാളിറ്റിയില
ആ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വന്നാല് പേഷ്യൻസ് കോംപ്രമൈസ് ചെയ്യോ? ഗുണനില ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, അതൊരു പ്രധാന അളവാണ് അല്ലെ? നെക്സ്റ്റ് എന്താണ്, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടോ? നെഗോഷിയേഷൻ ടീമില്ല നെഗോഷിയേറ്ററുടെ ക്വാളിറ്റിയില് ഇന്റർപേഴ്സണൽ സ്കിൽഡ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ആണോ? പഠിച്ചിട്ടുണ്ടോ? അതർ സ്റ്റാഫ് അകത്തുള്ള കാര്യമല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം അല്ലെ? മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ പ്രോബ്ലംസ്, ആ ടു വേ കമ്മ്യൂണിക്കേഷൻ, അത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം, വേണ്ടേ? അവരുടെ വിഷമങ്ങള്, സങ്കടങ്ങള് അല്ലെ, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ നമുക്ക് എന്ത് ചെയ്യാൻ, അവർക്ക് വേണ്ട അഡ്വൈസുകൾ കൊടുക്കാൻ സാധിക്കണ്ടേ? അപ്പൊ എന്താണ്, നമുക്ക് മെഡിക്കൽ പ്രൊഫഷണല് അങ്ങനെയുള്ള ആളുകളായിരിക്കണം അല്ലെ? ഇന്റർപേഴ്സണൽ സ്കിൽ ആയിരിക്കണ്ടേ? അവരുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന്റെ എന്താണ് പ്രോബ്ലംസ് അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണ്ടേ? അവരോട് ചോദിച്ച് മനസ്സിലാക്കി അല്ലെ, അവർക്ക് വേണ്ട അഡ്വൈസുകളൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണ്ടേ? ആണോ? എന്താണ് അവരൊന്നും പറയാത്തത് അല്ലേ? അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അതല്ലേ ഏറ്റവും വലിയ കാര്യം. അവരെ മുന്നിലിരിക്കുന്ന പേഷ്യന്റിനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെ? അവരുടെ ഇഷ്യൂസ് എന്താണ്, അവർ എന്തൊക്കെ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ആളായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ് അല്ലെ? പേഷ്യന്റും ആ ഒരു കെയർ പ്രൊവൈഡറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? സുതാര്യത ഉണ്ടായിരിക്കണം അല്ലെ? ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ പേഷ്യന്റിന്? അവരുടെ എന്താണ് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെ, ടെസ്റ്റുകളെ കുറിച്ച്, മെഡിക്കേഷനുകളെ കുറിച്ച് എന്താണ് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ട്രാൻസ്പെറൻസി വേണോ? നമുക്കാണെങ്കിലും ഡോക്ടർ പറയുന്ന കാര്യങ്ങളില് കൃത്യതയില്ലെങ്കിൽ, ഒരു ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ മെഡിക്കേഷൻസ്, നമ്മുടെ ട്രീറ്റ്മെന്റുകള്, നമ്മുടെ ടെസ്റ്റുകള് ഇല്ല അല്ലെ? പ്രോബ്ലം വരില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും നമുക്ക് പിന്നീട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കെയർ പ്രൊവൈഡറും പേഷ്യന്റും തമ്മിൽ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യമായ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയമായിരിക്കണം. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ അല്ലെ? നമ്മ ആദ്യം പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം? കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് ആയിരിക്കണം അല്ലെ, പരിചരണമായിരിക്കണം. പക്ഷെ എന്താണ്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, എല്ലാ ഡിഫറൻസ് വരും അല്ലെ? നമുക്ക് എന്താണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ് ആയിരിക്കേണ്ട ഹോസ്പിറ്റലിൽ. ചിലപ്പോ ഒരുപാട് വലിയ വലിയ സർജറികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് പേയ്മെന്റ് വരും. അതല്ലാണ്ട് സാധാരണ പോകുന്ന ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ എന്താണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഒരു മിതമായിട്ടുള്ള രീതിയിൽ അല്ലെ? പിന്നെന്താണ്, ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ് സഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ? നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽസും ഡോക്ടേഴ്സുമായിട്ടുള്ള പ്രവേശനം എത്രയും പെട്ടെന്ന് ഡോക്ടറെ ലഭ്യമാകണം അല്ലെ? ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് നേരം പോയി വെയിറ്റ് ചെയ്ത് പറ്റോ? ഡോക്ടറുടെ ലഭ്യത ഉണ്ടായിരിക്കണം അല്ലെ? ഹോസ്പിറ്റൽ പ്രോബ്ലം വരും അല്ലെ? നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഡോക്ടറുടെ അല്ലെങ്കിൽ അതർ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അല്ലെ, റീഹാബിലിറ്റേഷൻ സർവീസുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ലഭ്യമാകുന്ന രീതിയിലാവണ്ടേ ഈ പരിചരണങ്ങള്, ഡോക്ടേഴ്സിന്റെ സേവ, സർജറിന്റെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങള്, മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ പ്രധാന
മെട്രിക്സുകളാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് അക്സസിബിലിറ്റി ഓഫ് കെയർ അല്ലെ, നമുക്ക് പരിചരണം, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പരിചരണം എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് എത്രത്തോളം പരിചരണം ലഭിക്കണം ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ? മാക്സിമം കെയർ കിട്ടണം അല്ലെ, മിനിമം കിട്ടാൻ പാടുണ്ടോ? അത് മിനിമം ആവാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം, കൂടുതൽ അല്ലെ, എത്രത്തോളം നമുക്ക് ലഭ്യമാകാൻ പറ്റുമോ അത്രത്തോളം പരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. A patient satisfaction survey can be conducted at any time during an electronic medical record, EMR, or an electronic health record. നമുക്ക് patient satisfaction survey എപ്പോ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം. ഡ്യൂറിങ് എന്ന് വെച്ചാല് നമ്മൾ എന്താണ്, നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അത് മുതൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എ മൊബൈൽ, physical copies of the survey website, POS device, computers in waiting rooms, or any other medium. ഏതാണ്? ഹെൽത്ത് റെക്കോർഡുകളും മെഡിക്കൽ റെക്കോർഡുകളും സെയിം ആണ്. EHR നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായില്ലേ? EMR, EHR, പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, ഹെൽത്തിനെ കുറിച്ച്, മെഡിക്കൽ റെക്കോർഡ്, മരുന്നുകളെ കുറിച്ച്, ടെസ്റ്റുകളെ കുറിച്ച് അല്ലെ, എല്ലാം കൂടി എഴുതുന്നതാണ് ഇലക്ട്രോണിക്കലി ആയിട്ട് അല്ലെ തയ്യാറാക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എന്താണ് പല രീതിയിൽ ചെയ്യാം അല്ലെ, മൊബൈൽ വഴി ചെയ്യാം, പിന്നെ എന്താണ് ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദി സർവേ അല്ലെ, നമുക്ക് പ്രിന്റഡ് കോപ്പി തന്നിട്ട് അതിലൂടെ നമുക്ക് ചെയ്യാം അല്ലെ, വെബ്സൈറ്റിലൂടെ ചെയ്യാം. POS ഡിവൈസ് എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് സ്കെയിൽ, പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല് മറ്റ് ഡിവൈസുകൾ വഴി, ഇപ്പൊ നമ്മുടെ ടോം പറഞ്ഞ പോലെ നമുക്ക് ടാബിൽ ചെയ്യാം, ലാപ്ടോപ്പിൽ ചെയ്യാം അല്ലെ, പിന്നെന്താണ് ആപ്പ് വഴി ചെയ്യാം. പോയിന്റ് ഓഫ് സ്കെയിൽ, പോയിന്റ് ഓഫ് സ്കെയിൽ ആപ്പ് വഴി, ഇന്റർനെറ്റ് വഴി, ലിങ്ക് വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ അതാണ് POS ഡിവൈസ്. കൂടാതെ എന്താണ് നമുക്ക് ടാബുകൾ വഴി അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂം, ഇതാണ് ഹോസ്പിറ്റലിലുള്ള വെയിറ്റിംഗ് റൂമിലെ കമ്പ്യൂട്ടേഴ്സ് വഴി ചെയ്യാം. ഓർ എനി അതർ മീഡിയം, മറ്റ് മീഡിയംസും വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോയിന്റ് ഓഫ് സ്കെയിൽ, പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന്. നമുക്ക് ആപ്പ് വഴി ചെയ്തൂടെ സർവേ, ഇന്റർനെറ്റ് വഴി ചെയ്യാം അല്ലെ, ലിങ്കുകൾ വഴി ചെയ്യാം അല്ലെ. ഓക്കെ, പിന്നെടുത്ത ഭാഗം ക്ലിയർ ആണോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. സ്പീഡ് ആയിരുന്നോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കുറയ്ക്കാം കേട്ടോ. ഓക്കെ, സ്പീഡ് മിസ് 2-3 തവണ റിപ്പീറ്റ് ചെയ്തില്ലേ കേട്ടോ? ക്ലിയർ അല്ലേ? സ്പീഡ് ആയിരുന്നെങ്കിലോ